യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഡീലിന് ശ്രമം നടന്നിട്ടുണ്ടോ ബിജെപിയുടെ ഭാഗത്തുനിന്ന്? വളരെ ബാലിശമായിട്ടുള്ള ആരോപണമെന്ന് തന്നെ പറയാൻ പറ്റൂ. കാരണം ഞാൻ ഇതിനകത്ത് കാണുന്നത് UDFന്റെ രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP CPM ഡീലുണ്ട് എന്നൊക്കെയുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഈ 10 വർഷം CPM നയിക്കുന്ന LDF ഇവിടെ ഭരിച്ചല്ലോ. പിണറായി വിജയൻ 10 വർഷം ഭരിച്ചു. ഈ പിണറായി വിജയനെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് പ്രതിപക്ഷ നേതാവിന് ശക്തമായ പിൻ പോയിന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അഴിമതി ആരോപണമുണ്ടോ? അപ്പോൾ അതിന് പകരം അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആദ്യത്തെ ക്യാമ്പയിൻ വാചകം എന്ന് പറഞ്ഞാൽ CPM BJP ഡീൽ എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ഡീൽ ഉണ്ടാകുന്നത്? എന്ത് ബേസിലാണ് ഈ ഡീൽ? ഇതിൽ ആദ്യം KC വേണുഗോപാലോ VD സതീശനോ അല്ല ഈ ഡീൽ ആരോപണം അത് ഉന്നയിക്കുന്നത്. അത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന സമയത്ത് 5 ഗ്യാരണ്ടി പ്രഖ്യാപിക്കാൻ വന്ന സമയത്താണ് ഈ CJP ബന്ധം ആദ്യം ഉന്നയിച്ചത്. പിന്നീട് KC വേണുഗോപാൽ അത് കഴിഞ്ഞ് VD സതീശൻ ഉന്നയിക്കുന്നത്. അവർ പാലക്കാടാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് മറ്റു മണ്ഡലങ്ങളിലേക്ക് മറ്റ് 10 മണ്ഡലങ്ങൾ എന്നൊക്കെ പറയുന്നു. പേര് പറഞ്ഞിട്ടില്ലെങ്കിലും പാലക്കാടാണ് അവരുടെ മെയിൻ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഡീൽ നിലവിൽ ഉണ്ടെന്ന്. കാരണം ഡീൽ ഇല്ല എന്ന് പറയുമ്പോഴും ഈ പാലക്കാട് ഡീലിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ശോഭാ സുരേന്ദ്രന് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് കൊടുക്കാൻ പറ്റിയ കാൻഡിഡേറ്റ് ആണോ NMR റസാഖ് എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നമ്മൾ അവിടെ നോക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF 1ാം സ്ഥാനത്തും LDF ആണ് പാലക്കാട് 2ാം സ്ഥാനത്ത്, BJP 3ാം സ്ഥാനത്താണ്. അപ്പം 6300 വോട്ടിന് ഡിഫറൻസ് ആണ് 1ാം സ്ഥാനവും 2ാം സ്ഥാനവും നിൽക്കുന്നത്. അതുകൊണ്ട് പക്ഷെ അവിടെ പിന്നെ വരുന്ന ചോദ്യം പാർട്ടി ചിഹ്നത്തിൽ എന്തുകൊണ്ടില്ല എന്നുള്ളത്. അവിടെ NMR റസാഖ് വോട്ടുകൾ പിടിക്കും, മുസ്ലിം വോട്ടുകൾ കൂടി പിടിക്കും. അതല്ലാതെ അദ്ദേഹം ഒരു പൊതു സ്വതന്ത്രനാണ്. ഏറെക്കാലമായി പാലക്കാട് മണ്ഡലത്ത് പൊതുപ്രവർത്തന മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ BJP എന്തുകൊണ്ട് മോശം കാൻഡിഡേറ്റിനെ പലയിടത്തും നിർത്തി എന്നുള്ളൊരു ചോദ്യമാണ്. അതിന് BJP മറുപടി പറയുന്നത് ഇപ്പൊ കോന്നി, ശബരിമല ഉൾപ്പെടുന്ന റാന്നി, കൊടുങ്ങല്ലൂർ, B ഗോപാലകൃഷ്ണൻ ആഗ്രഹിച്ച പണിയെടുത്ത മണ്ഡലമാണ് കൊടുങ്ങല്ലൂർ. അവിടെയൊന്നും BJPക്ക് സ്ട്രോങ് കാൻഡിഡേറ്റ്സ് ഇല്ല. അപ്പോൾ ആ വോട്ടുകൾ ഒക്കെ എങ്ങോട്ട് പോകും? അത് CPMനാണോ ഗുണം ചെയ്യുക സ്വാഭാവികമായും. പക്ഷെ അതൊരു ഡീലല്ല. ഒരുപക്ഷെ കുറെ കാലം കഴിഞ്ഞ് KG മാനർ പണ്ട് എഴുതിയതുപോലെ ഒരു പുസ്തകത്തിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇപ്പം എന്തായാലും ഒരു ഡീൽ ഉണ്ടോ എന്ന് ഈ നിലവിലത്തെ സാഹചര്യത്തിൽ പറയാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി എല്ലാ തെരഞ്ഞെടുപ്പുകളും കേൾക്കുന്ന ഒരു സ്ഥിരം പല്ലവിയാണിത്. എനിക്കിതിനകത്ത് യാതൊരു പുതുമയും തോന്നില്ല, നല്ല തമാശ മാത്രമാണ് തോന്നുന്നത്. കാരണം ഇത് ത്രികോണ മത്സരം നടക്കുന്ന കേരളത്തിലെ ഏതാണ്ട് മിക്കവാറും മണ്ഡലങ്ങളൊക്കെ ത്രികോണ മത്സരമാണ്. മുന്നണികളുടെ പ്രധാന സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന അതേ പ്രാധാന്യവും പ്രാമുഖ്യവും ഒരുപക്ഷെ ഘടകകക്ഷികൾ കൊടുക്കുന്ന സീറ്റുകൾ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഉദാഹരണം ചോദിക്കട്ടെ. ഇപ്പൊ തിരുവനന്തപുരം സെൻട്രലിൽ ഘടകകക്ഷിക്കാണ് കൊടുത്തത്. ആ മണ്ഡലത്തിൽ ഘടകകക്ഷി കൂടെ താല്പര്യം കൂടി പരിഗണിച്ച് ഒരു സ്ഥാനാർത്ഥി നോക്കാനുള്ള ശ്രമം നീണ്ടുപോയി. അവസാനം ഒരു പൊതു സ്വതന്ത്രനെ കണ്ടെത്തിയത് വേണമെങ്കിൽ CP ജോണിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷം ഒരു പൊതു സ്വതന്ത്രനെ കൊടുത്താണ് എന്ന് പറഞ്ഞുകൂടെ BJPക്ക് വേണമെങ്കിൽ. ഇപ്പോ നേമത്ത് രാജഗോപാൽ ജയിച്ചപ്പോൾ അവിടെ UDFന് വളരെ ദുർബലനായ സ്ഥാനാർത്ഥിയായിരുന്നു, വോട്ടും കുറഞ്ഞു. മലമ്പുഴയിൽ BJPയുടെ കൃഷ്ണകുമാർ 2ാം സ്ഥാനത്ത് വന്നു, BJPയുടെ UDF 3ാം സ്ഥാനത്ത് പോയി. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ UDF 3ാം സ്ഥാനത്ത് പോയി. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയാണോ ഇവർ ശ്രമിച്ചത്? ഇതൊക്കെ UDF മറുപടി പറയണം. പിന്നെ